ഹരേ കൃഷ്ണ. നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയ വിശേഷങ്ങളും പുതിയ കാര്യങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും ഒരു പുതിയ ദിവസം തുടങ്ങുകയാണ്. എല്ലാവരുടെയും ആഗ്രഹം സാധിക്കുന്ന ഒരു ദിവസം ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സന്തോഷവും സമാധാനവും സമ്പത്തും സമൃദ്ധിയും ആയുസ്സും ആരോഗ്യവും എല്ലാം നിങ്ങളിലേക്ക് എത്താൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ബന്ധങ്ങൾ ഏറ്റവും ശക്തമാക്കി മാറപ്പെടട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആദ്യം ഒരു ഡിസ്ക്ലൈമർ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇത് പറയാനുണ്ടെങ്കിൽ ഒരു അപ്പോളജൈസിങ് ആണ് ചെയ്യുന്നത്. കുറച്ച് പേര് പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് അവരോട് കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു പറഞ്ഞാൽ അത്രയ്ക്ക് തിരക്കായിരുന്നു. റീഡിങ് വരുന്നത് മാത്രമല്ല, എനിക്ക് യാത്ര അതെന്താണെന്നുള്ള കാര്യം ഞാൻ ഇന്നത്തെ വീഡിയോന്റെ ലാസ്റ്റ് ഭാഗത്ത് ഇടുന്നുണ്ട്. ഒരു സന്തോഷം എന്ന് പറഞ്ഞ ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന് എനിക്ക്. അപ്പൊ അതിന്റെ ഒരു യാത്രയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്ന് എനിക്ക് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് എനിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ബുക്കിംഗ് ചെയ്ത എല്ലാവരും കിട്ടി എന്ന് വിചാരിക്കുന്നു. കിട്ടാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ എന്നെ മെൻഷൻ ചെയ്യണം എന്ന് പറയും. ഈ വീഡിയോ കാണുന്നവര് എനിക്ക് പേയ്മെന്റ് തന്നിട്ട് ഞാൻ തന്നിട്ടില്ല, അത് ബോധപൂർവം അല്ല. ഒരിക്കലും നിങ്ങളുടെ പൈസ വാങ്ങി വെച്ചിട്ട് ഞാൻ റീഡിങ് തരാതിരിക്കുകയല്ല. കാരണം ആ ഒരു എന്താ പറയാ തിരക്ക് കൊണ്ടാണ്. ഇപ്പൊ പേഴ്സണൽ അസിസ്റ്റന്റിൽ നിന്നും വെക്കാനുള്ള പ്രാപ്തി ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ആയിട്ടില്ല. ആവുന്ന സമയത്ത് അങ്ങനെയൊക്കെ വെക്കിയത്. ഇപ്പൊ എല്ലാം ഞാൻ തന്നെ നോക്കണം, കാര്യം ഹാൻഡിൽ ചെയ്യുന്നതും ഞാൻ തന്നെയാണ്. അതേപോലെ തന്നെ എന്താ പറയാ റീഡിങ് ചെയ്യുന്നതും പരിഹാരത്തിന് അവരെ കൊണ്ടുപോകുന്നതും എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് അതിന്റെ ഒരു കുറച്ച് ഇതാണ് കേട്ടോ. അതൊന്നും ശരിയാവും. അതുവരയ്ക്കും നിങ്ങളൊന്ന് ക്ഷമിക്കുക. എന്തെങ്കിലും കാരണം കൊണ്ട് റീഡിങ് വൈകിട്ടുണ്ടെങ്കിൽ എന്നെ മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കണം. മാഡം അത് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ടീച്ചർ അത് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്നെ മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ കോൾ ചെയ്യാതിരിക്കുക മാക്സിമം. കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് കൊടുക്കുന്നുണ്ടാവും, ടാരോ റീഡിങ് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചു വിളിക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, റിപ്ലൈ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് നിങ്ങളൊന്ന് പറയാ. ഇത് നിരന്തരം 2 പ്രാവശ്യം വിളിച്ചിട്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ എന്തെങ്കിലും അത്രയ്ക്കും തിരക്കിലായിരിക്കും എന്ന് മാത്രം വിചാരിക്കുക. ഇത് കണ്ടിന്യൂ ആയിട്ട് വിളിച്ചോണ്ടിരുന്നാൽ നമുക്ക് ഇറിറ്റേഷൻ വരും. നിങ്ങൾ ഒരാളിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വിളിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും ഒരു തിരക്കിൽ നിൽക്കുന്ന സമയത്ത് കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ഞാനാണ് നിങ്ങളെ ഇപ്പൊ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നത് വെക്കി, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും? ആ ഒരു സാഹചര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ഇങ്ങനെയൊക്കെ പ്രാപ്തിയാക്കിയത് ഞങ്ങളല്ലേ, നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ പറയണമെന്ന് തോന്നരുത്. നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ടോട് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത്. നിങ്ങളുടെ ഓരോ കമന്റ് വായിക്കുന്നത് ഞാൻ അത്രയും സന്തോഷം, കാരണം എനിക്കിതൊക്കെ പറയാൻ സാധിക്കുന്നുണ്ടല്ലോ ഭഗവാനെ എന്നാണ്. ആ ഒരു സന്തോഷം സംതൃപ്തിയാണ് എനിക്കുള്ളത്. നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും തുടർന്നും വേണം. പിന്നെ കുറച്ച് പേര് ബുക്കിംഗ് വേണം, ടാരോ കോഴ്സ് പഠിക്കണം എന്ന് പറഞ്ഞ് ചോദിച്ച ആൾക്കാരുണ്ട്. അവരൊന്നും പിന്നീട് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. എന്ത് ചെയ്യാന്ന് തന്നെയാണ് പറഞ്ഞത്. അതായത് പേയ്മെന്റ് ചെയ്ത ആൾക്കാർ പോലും ചെയ്തിട്ടില്ല. അല്ലാണ്ട് അവരുടെ ദോഷം, എന്നെ വിളിക്കാത്തതിന്റെ ദോഷം കൊണ്ടൊന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു സാഹചര്യമാണ്. ഓക്കെ, വാട്ടെവർ. അപ്പൊ നമുക്ക് പുതിയ റീഡിങ്ങിലേക്ക് പോവാം. അതിനു മുമ്പായി നിങ്ങളുടെ റീഡിങ് ആവണേ എന്ന് നിങ്ങളത് പ്രാർത്ഥിക്കുക. നിങ്ങളേക്ക് കൂടുതൽ റെസനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, റെസിഗ്നേഷൻ കിട്ടണേ എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ അതേപോലെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവയാണെങ്കിൽ മാത്രം സ്വീകരിക്കുക, അല്ലാത്തവ തീർത്തും അവോയ്ഡ് ചെയ്ത് കളയുക. ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. ഇതൊരു ഗൈഡൻസ് മാത്രമായിട്ട് എടുക്കുക. ഓക്കെ, അപ്പോ നമുക്ക് എന്താ കാർഡ് പറയാൻ നോക്കാം. ഒരു പുതിയ ഡെക്ക് കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇത് ഒരു ഏഞ്ചൽ ഒറാക്കിൾ കാർഡാണ്. ഞാൻ പറയുന്ന എൻ്റെ അമ്മ എന്ന് വിളിക്കുന്ന അമ്മ ദീക്ഷ, അതായത് സ്പിരിച്വൽ ആയിട്ടുള്ള എൻ്റെ അമ്മ, അങ്ങനെ പറയാലോ, അവര് ക്രിയേറ്റ് ചെയ്തതാണ്. നമ്മുടെ നേരത്തെ നിവേദ്യം കാർഡും അതേപോലെ രാധാ മാധവൻ കാർഡും ഒക്കെ സെറ്റ് ചെയ്ത ആൾ തന്നെയാണിത്. ആ അമ്മ ഉണ്ടാക്കിയ ഒരു പ്രിഡിക്ഷൻ കാർഡാണ് ഇത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും ഇത് വാങ്ങാം. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ള സമയം പ്രിഡിക്ഷൻ, ഏഞ്ചൽസ് നിങ്ങളോട് എന്താ പറയുന്നത്, മലയാളത്തിലാണ്, ഫുള്ള് മലയാളത്തിലുള്ള കാർഡും കൂടെയാണ് കേട്ടോ ഇത്. നമുക്ക് അപ്പൊ ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാണ് സ്പ്രെഡ് വന്നിരിക്കുന്നത്? ഇതിൽ പറയാൻ എന്താച്ചാ, നിങ്ങൾ ഏറ്റവും സ്ട്രെങ്തി പേഴ്സൺസ് ആണ്. ഇപ്പൊ വന്നിരിക്കുന്ന സാഹചര്യം മുഴുവനും നിങ്ങൾ ഓവർകം ചെയ്തത് നിങ്ങളുടെ ഒരു മനക്കരുത്ത് കൊണ്ടാണ്. ചില നിമിഷങ്ങളിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, ഭഗവാൻ എന്തിനാ ഇങ്ങനെ ഒരു ജീവൻ തന്നു, ഞാൻ ഈ ജീവൻ അങ്ങോട്ട് എടുക്കുകയാണ് എന്ന് പറയുന്ന ഒരു സന്ദർഭം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഞാൻ പോയി കഴിഞ്ഞാൽ
നിങ്ങൾ പോയാൽ നിങ്ങൾ പോയി, ബാക്കിയുള്ളവര് ഇവിടെ അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ ഏറ്റവും മനോഹരമായ ആ ഒരു ലൈഫ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ചിന്താഗതി ചിലപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ ഒരു പീക്ക് മൊമെന്റ്, ആ ഒരു ജീവിതം അവസാനിപ്പിക്കുന്നതിന്റെ പീക്ക് മൊമെന്റിൽ നിന്ന് പല സാഹചര്യങ്ങൾ കൊണ്ട് ദൈവം നിങ്ങളെ മാറ്റി തിരുത്തി ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ആളുകളായിരിക്കും ഈ കാർഡ് റീഡിംഗ് കാണുന്നവരിൽ കൂടുതൽ പേര്. കാരണം നിങ്ങളെ ഫൂളാക്കിയിട്ട് പോയ ഒരു സാഹചര്യം, അത് കഴിഞ്ഞ് വന്നിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ. ഓക്കെ, എന്ന് പറഞ്ഞ തീർത്തും ഫൂൾ എന്ന് തന്നെ പറയാം. നിങ്ങൾ തന്നെ ആലോചിക്കും, ഞാൻ ഇത്ര വലിയ മണ്ടത്തിയാവാൻ ഞാൻ എന്തിനായിരുന്നു ഈ ഒരു കാര്യത്തെ, അല്ലെങ്കിൽ മണ്ടനാവാൻ എന്തിനായിരുന്നു ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇറങ്ങിയത്? നിങ്ങൾ പലതവണ അല്ലെങ്കിൽ എന്നെ മണ്ടത്തിയാക്കി, എന്നെ മണ്ടനാക്കിയിട്ട് അവർക്ക് എന്താണ് കിട്ടിയത് എന്നൊക്കെ നിങ്ങൾ പലതവണ ആലോചിച്ചിട്ടുണ്ടാവും. എന്നെ പറ്റിച്ചോ? നിങ്ങൾക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു നിങ്ങളെ അവര് പറ്റിക്കുകയാണെന്ന്, അല്ലെ? അപ്പോ പക്ഷെ നിങ്ങളെല്ലാം, ചില ആളുകൾ അറിഞ്ഞുകൊണ്ട് മണ്ടന്മാരും മണ്ടത്തികളാക്കാൻ, ഫൂൾസ് ആവാൻ നിങ്ങൾ നിന്ന് കൊടുത്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം കൊണ്ട്. നിങ്ങൾക്കറിയാം അവർ നിങ്ങളെ പറ്റിക്കുകയാണെന്ന്. നിങ്ങൾക്ക് പല സാഹചര്യങ്ങളിൽ നിന്ന് തോന്നിയിട്ടുണ്ട്, പല ക്ലൂകൾ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ പറ്റിക്കപ്പെടുകയാണ്, ചീറ്റ് ചെയ്യപ്പെടുകയാണെന്ന്. എന്നാലും നിങ്ങൾ ഓവർ പൊസസീവ്നെസ് കൊണ്ടോ, ഓവർ സ്നേഹം കൊണ്ടോ, ഓവർ കെയറിങ് കൊണ്ടോ, കണ്ണ് കാണാത്ത പ്രണയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അവിടെ ബ്ലൈൻഡ് ആയിട്ടുള്ള ലവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ആ ഒരു രീതിയിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് മണ്ടന്മാരായ ആൾക്കാരും ഉണ്ട്. ആ മണ്ടത്തരത്തിന് ഒരാളെ ഒരു സമയം പറ്റിക്കാം, പല ആൾക്കാരെ പല സമയം പറ്റിക്കാം, പക്ഷെ എല്ലാവരെയും എല്ലായ്പ്പോഴും പറ്റിക്കാൻ പറ്റില്ല എന്നൊരു തത്വമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഈ പറ്റിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മോചിതരാവണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം, നിങ്ങളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ റിവീലിംഗ് ആയിരിക്കുന്നത്, നിങ്ങളുടെ മുമ്പിൽ റിവീലിംഗ് ആയിരിക്കുന്നത്. ഓക്കെ, പക്ഷെ അത് യൂണിവേഴ്സ് കൊണ്ടുവന്ന് നിങ്ങളോട് വന്ന് പറഞ്ഞു തന്നിട്ടും നിങ്ങൾ അപ്പോഴും വിശ്വസിക്കുന്നില്ല. അപ്പൊ ഉണ്ടായ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. ഇതൊരു പക്ഷേ നിങ്ങൾ പോലും അറിയില്ലായിരിക്കും ഇത് ഈ ഒരു റിലേഷൻഷിപ്പ് പ്രണയത്തിലേക്ക് എത്തുന്നു. അങ്ങനെ തുടങ്ങിയ പ്രണയമായിരിക്കും. ഒരു തരത്തിലും അതിന് യാതൊരു സാധ്യത ഇല്ലാത്ത കാര്യമായിരുന്നിരിക്കും. നിങ്ങൾ പറയും അവര് ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക, നിങ്ങളോട് ലസ്റ്റ് അല്ല ലവ് ആണ് എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പതിയെ 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 അത് ലസ്റ്റ് മാത്രമായി മാറും, അത് ചീറ്റിംഗ് ആയി മാറുകയും ചെയ്ത് പോയി. നിങ്ങൾ ആ ഒരു ആദ്യത്തെ പറഞ്ഞ വേർഡ് ലസ്റ്റ് അല്ല ലവ് ആണ് എന്ന് പറഞ്ഞ് തുടങ്ങി ആ ഒരു പോയിന്റിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കയറി സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ ഗുഡ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ പോകെ രണ്ടുപേർക്ക് അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ആ ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ അതും അതിൻ്റെ ജീവിത രീതിയിൽ നടന്നു. പക്ഷെ അത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയി മാറി. പക്ഷെ നല്ല ഒരു സമയം, നിങ്ങൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്ന സമയം ഏറ്റവും നല്ലൊരു സമയമായിരുന്നു. നിങ്ങൾ ഏറ്റവും ഹാപ്പിനെസ്സോടുകൂടെ ജീവിച്ചു കൊണ്ടിരുന്ന സമയമായിരുന്നു. എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വന്നതായിരുന്നു. നിങ്ങൾക്കിപ്പോ യാത്ര പോകുകയാണെങ്കിലോ ഡേറ്റിംഗ് ആണെങ്കിലോ എല്ലാത്തിനും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും എല്ലാം വന്നു. അതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ആസ്വദിച്ചു, അതൊക്കെ എൻജോയ് ചെയ്തു. നിങ്ങൾ ചിലപ്പോൾ പറ്റിക്കപ്പെടുകയാണ് എന്ന് അറിഞ്ഞിട്ട് പോലും നിങ്ങൾ എൻജോയ് ചെയ്തു. ഓക്കെ, ഇതൊക്കെ ഞാൻ എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് അങ്ങനെയുള്ള ആൾക്കാരാണ് എന്ന് എനിക്ക് ഇവിടെ നിന്ന് മെസ്സേജ് വരുന്നുണ്ട്. കാരണം അടുത്ത കാർഡ് ഹാങ്ഡ് മാൻ ആണ്. നല്ല താക്കം കിട്ടിയ ആൾക്കാരാണ്. താക്കം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് തേപ്പ് കിട്ടുക എന്ന് പറയണം. മറ്റുള്ളവര് എന്ന് പറഞ്ഞാൽ കുടുംബക്കാരായിരിക്കാം, കൊളീഗ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി തന്നെ ആയിരിക്കാം. എല്ലാ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് നല്ല രീതിയിൽ കാരണം എന്താ, നിങ്ങൾ ആത്മാർത്ഥത, മറ്റേതിൽ പറയണ പോലെ ആത്മാർത്ഥത കൂടിപ്പോയോ ചേട്ടാ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. നിങ്ങൾ 5 രൂപ തന്നാൽ 10 രൂപയ്ക്ക് പണിയെടുക്കും. നിങ്ങൾ ആ ടൈപ്പുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ആത്മാർത്ഥത കൂടിയത് കൊണ്ടാണ് നിങ്ങൾ ഹാങ്ഡ് മാൻ ആയിട്ട് ഇപ്പോൾ ഈ കിടന്ന് തൂങ്ങിയാടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫൂളും ഹാങ്ഡ് മാനും താഴെയും മേലെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത്രയും ത്യാഗം ചെയ്ത ആളുകളാണ് നിങ്ങൾ. പല കാര്യങ്ങൾ ത്യജിച്ച് നിങ്ങൾ പറ്റിക്കപ്പെട്ടതാണ്, ചീറ്റ് ചെയ്യപ്പെട്ടതാണ്.
നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ സന്തോഷിക്കേണ്ട പല കാര്യങ്ങളും വേണ്ടാന്ന് വെച്ചിട്ട് അവരെ കൂടെ നിർത്തിയിട്ട് അവരതൊക്കെ ആസ്വദിച്ചു, അല്ലെങ്കിൽ അവരതൊക്കെ ചൂസ് ചെയ്ത് നിങ്ങളെ കറുവേപ്പിലയാക്കിയിട്ട് അങ്ങോട്ട് എടുത്ത് കളഞ്ഞു. എന്നിട്ട് അവരവരുടെ പാട്ടിന് എന്താച്ചാ അങ്ങനെ. ഓക്കെ, പിന്നെ അടുത്തത് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. റീയൂണിയൻ കാർഡ് തന്നെയാണ് ഉള്ളത്. അപ്പോ ഇതിൽ വേണം എന്നുള്ള ആൾക്കാർ, തിരികെ വരണം എന്നുള്ള ആൾക്കാർ മാത്രം ഈ ഒരു ഭാഗത്തേക്ക് പോയാൽ മതി. അല്ലെങ്കിൽ ഹാങ്ഡ് മാൻ എത്തിയ അവിടെ മുതൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. പക്ഷെ നിങ്ങളിലേക്ക് വരും എന്നാണ് യൂണിവേഴ്സ് കാണിക്കുന്ന മെസ്സേജ്. പ്രകൃതി പുരുഷ എന്നുള്ളൊരു കാർഡാണത്. അത് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പിരിയില്ല. നിങ്ങൾ രണ്ടല്ല, നിങ്ങൾ ഒന്നാണ്. സത്യം നിങ്ങളുടെ സോൾ കണക്ഷൻ ആണ് അത്. ഇതിപ്പോ പേഴ്സണൽ റീഡിംഗ് എടുത്താലും സോൾ കണക്ഷൻ ആണോ ട്വിൻ ഫ്ലെയിം ആണോ എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളേ. പക്ഷെ ഇതിൽ ഓൾമോസ്റ്റ് ആൾക്കാരുടെയും സോൾ കണക്ഷൻ ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ, ഈ മുമ്പ് പറഞ്ഞിട്ടുള്ള ഈ ഹാങ്ഡ് മാൻ വരെയുള്ള കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ കറക്റ്റ് ആണെങ്കിൽ ഈ സോൾ കണക്ഷൻ എന്നുള്ള കാര്യവും നിങ്ങളുടെ ലൈഫിൽ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അവർ നിങ്ങളിലേക്ക് വരും, എങ്ങനെ പോയാലും വരും എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി നമുക്ക് പുതിയ കാർഡായ ഏഞ്ചൽ കാർഡിൽ നിന്ന് എടുത്തു നോക്കാം. ഷഫിൾ ചെയ്ത് വെച്ചതാണ് ഞാനിത്. പുതിയ ആശയങ്ങൾ നടപ്പാവും എന്നാണ് ഇത് പറയുന്നത്. പുതിയ ആശയങ്ങൾ നടപ്പാവും. അത് ഒരു 9 ദിവസത്തിന്റെ ഉള്ളിലായിരിക്കാം, 9 മണിക്കൂറിന്റെ ഉള്ളിലായിരിക്കാം, 9 ആഴ്ചകൾക്കുള്ളിലായിരിക്കാം, 9 മാസങ്ങൾക്കുള്ളിലായിരിക്കാം. 9 വർഷം എന്ന് പറയില്ല. ഈ 9 മാസം വരെ ഉള്ളിലും നിങ്ങളുടെ പുതിയ ആശയങ്ങൾ നടപ്പിലാകും എന്നാ പറയുന്നത്. നിങ്ങളുടെ ഈ പ്രണയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വഴിത്തിരിവ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്ന മെസ്സേജ്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോ ഇതാണ് ഇന്നത്തെ കാര്യം. നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതില് ഞാൻ അറ്റാച്ച് ചെയ്യേണ്ട എന്റെ ഹാപ്പിനെസ് എന്താണെന്നുള്ള കാര്യം ഇവിടം വരെ മതി എന്നുള്ള ആൾക്കാർ ഇവിടെ നിങ്ങൾ നിർത്തിക്കോളൂ. അടുത്ത ഭാഗം എന്റെ ലൈഫിലുള്ള ഏറ്റവും സന്തോഷകരമായ ഭാഗം കാണണം എന്നുള്ളവർ തുടർന്ന് കാണുക. അതുപോലെ തന്നെ എന്റെ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ, ലൈഫ് കോച്ചിങ് കോഴ്സ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളവര് ജോയിൻ ചെയ്യാം. സമയം ഇനിയും വൈകിട്ടില്ല. ടാരോ കാർഡ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യണം എന്നുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതിൽ ഈ ഫ്രീ ഒറാക്കിൾ കാർഡ്, ഇതല്ല, രാധാമാധവം ഫ്രീ ഒറാക്കിൾ കാർഡ് നമ്മൾ തരുന്നുണ്ട്. പിന്നെ എന്താ പറയാ, ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി മെസ്സേജ് അയക്കുക. ദയവേത് മാക്സിമം വിളിക്കൽ ഒഴിവാക്കുക. എന്നെ ഞാൻ ടാരോ റീഡിംഗ് തന്നു കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചാൽ ചിലപ്പോൾ ഞാൻ കണക്ട് ചെയ്യാൻ സാധിക്കും. അല്ലാതെ ആദ്യം തന്നെ നിങ്ങൾ വിളിക്കുന്നവർ ഇങ്ങനെയാണ്. വിളിച്ചു കഴിഞ്ഞാൽ അവര് ഫുള്ളായിട്ട് നിങ്ങളുടെ അവസ്ഥ എനിക്കറിയാം. കാരണം നിങ്ങൾ അത്ര ഉരുകി വെന്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അത് മുഴുവൻ എന്നെ മേത്ത് കൊണ്ട് കൊട്ടി എന്നെയും വേവിക്കാൻ നിങ്ങൾ ദയവേത് അതൊന്ന് ശ്രമിക്കുക. കാര്യങ്ങൾ നമ്മൾ ടാരോ എടുക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം. അല്ലാതെ തന്നെ ആദ്യം തന്നെ വിളിച്ച് കരച്ചിലും പിച്ചിലും ആയി അത് നമുക്ക് ഒരുപാട് വിഷമമാണ്. ഓക്കെ, നമ്മളും ഈ രക്തവും എന്താ പറയാ മജ്ജയും മാംസവും ഒക്കെ കൊണ്ടുണ്ടാക്കിയ മനുഷ്യന്മാർ, ഇമോഷണൽസ് ഒക്കെ കൊണ്ടുണ്ടാക്കിയ ആളാണ്. നിങ്ങളുടെ ഞാനും ഒരുപാട് അനുഭവിച്ച ആള് തന്നെയാണ്. അപ്പൊ അതിൽ നിങ്ങളുടെ കേൾക്കുമ്പോൾ എനിക്ക് അതിലേറെ സഫക്കേഷൻ വരികയാണ്. അപ്പൊ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കട്ടെ. ഹരേ കൃഷ്ണ. താങ്ക് യു. നമസ്തേ, നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഏറ്റവും സന്തോഷത്തോടുകൂടെ നിൽക്കുകയാണ്. കാരണം എൻ്റെ ഒരു സ്റ്റുഡന്റിന്റെ, ലൈഫ് കോച്ചിങ് സ്റ്റുഡന്റിന്റെ പുതിയ സംരംഭമായ മങ്ങാട്ട് കൃഷ്ണ ബുട്ടിക് എന്നുള്ള ഒരു സ്ഥാപനം ഇന്ന് ഉദ്ഘാടനം നടന്നു. അതിന്റെ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിലാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ചേച്ചി 1 വർഷത്തോളമായി എൻ്റെ കൂടെ തന്നെ ഉണ്ട്. കഴിഞ്ഞ നവംബറിൽ ഞാൻ ക്ലാസ് തുടങ്ങിയതിന് ശേഷം ചേച്ചി എൻ്റെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന ഓരോ പ്രാക്ടീസും കൃത്യമായി ചെയ്ത് അവരുടെ ആ ഒരു സ്വപ്നം, വേറൊരു സ്ഥാപനത്തിലായിരുന്നു ചേച്ചി ആദ്യം സ്റ്റിച്ചിങ് ചെയ്തുകൊണ്ടിരുന്നത്. സ്റ്റിച്ചിങ് ജോലി ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോൾ ഞാനിങ്ങനെ അവരോട് പറയുമായിരുന്നു, ഇങ്ങനെ ചെയ്താൽ പോരാ ചേച്ചി, എന്തായാലും പുതിയൊരു ഷോപ്പ് ഉദ്ഘാടനം
നടക്കണം, അങ്ങനെ അങ്ങനെ ഞാൻ ഷോപ്പ് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചേച്ചിയുടെ അടുത്ത് സംസാരിക്കാറുണ്ട്, കളിയാക്കാറുണ്ട്. മുതലാളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞ് ചേച്ചി ഇന്ന് ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഏറ്റവും സന്തോഷകരമായിട്ട് ഉള്ളൊരു സമയമാണ്. നമുക്ക് ചേച്ചിയുടെ അടുത്ത് വിശേഷങ്ങൾ ചോദിക്കാം. ചേച്ചി, എന്താണ് ഈ നിമിഷത്തിൽ തോന്നുന്നത്, പറയാനുള്ളത്? വളരെ സന്തോഷം. ഈ സ്വപ്നം കാണാൻ എന്നെ പഠിപ്പിച്ചത് ദർശനയാണ്. ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ ഓണറായി ഇരിക്കുന്നു എന്നുള്ളത് ദർശന എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെയാണ് എന്നെ ഈ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത്. അങ്ങനെ ഞാൻ അത് വിചാരിച്ചു. അതിന് ആ സ്വപ്നം ഇന്ന് നടന്നു. വളരെ 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 സന്തോഷം. ദർശന സന്തോഷം. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഓരോരുത്തർക്കും, അമ്പിളി ചേച്ചി, അങ്ങനെ ഓരോരുത്തർക്കും എന്റെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അവരാണ് എനിക്ക് ഏറ്റവും